അവന്റെ കണ്ണുകളിൽ തീ പടരുന്നു. അവന്റെ ഓരോ ചുവടും ഒരു സൈന്യത്തിന്റെ പടയോട്ടം പോലെ. യൂത്ത് എന്നൊരു വാക്ക് പറഞ്ഞാൽ അതിന്റെ ആത്മാവാണ് മൈറ്റ് ഗായ്. വിരൽ ചലിപ്പിച്ചാൽ വായുവിൽ തരംഗം, കാലുയർത്തിയാൽ ഭൂമി വിറക്കും. അവനെ കണ്ടാൽ ശത്രുക്കൾക്ക് മനസ്സിലാവും ഇത് ഒരു മനുഷ്യനല്ല എന്ന്, ഇതൊരു ചുഴലിക്കാറ്റാണ്. അവൻ വാക്കുകൾ പറയുന്നില്ല, അവൻ സത്യം തെളിയിക്കുന്നു. മറ്റുള്ളവർ തോൽക്കുമെന്ന് കരുതുന്ന സമയത്താണ് അവൻ തന്റെ ആത്മാവിനോട് പറയുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലുമില്ല. വേദന അവനെ തടയുന്നില്ല, അവൻ തന്നെ വേദനയെ തോൽപ്പിക്കുന്നു. അവൻ കടന്നു വരുമ്പോൾ വായുവും നിശ്ചലമാകുന്നു. അവന്റെ ദൃഷ്ടിയിൽ തന്നെ ഒരു യുദ്ധം തീരുന്നു. ഇത് വെറും പോരാട്ടമല്ല, ഇത് മനുഷ്യൻ തന്റെ പരിധികൾ തകർക്കുന്ന നിമിഷം. യുവത്വത്തിന്റെ തീ അവന്റെ കണ്ണുകളിൽ കത്തുന്നു. മരണമെന്ന പദം അവന്റെ മുന്നിൽ ഭയപ്പെടുന്നു. ലീഫിന്റെ ബ്ലൂ ബീസ്റ്റ് എന്നറിയപ്പെട്ടവൻ തന്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അത് റെഡ് ബീസ്റ്റ് ആക്കി മാറ്റിയവൻ. ഒരു നാമമല്ല, അതൊരു പ്രളയമാണ്. ശുദ്ധമായ ആത്മവിശ്വാസത്തിന്റെ രൂപം. മറ്റുള്ള പ്രതിഭകൾ ജന്മന കഴിവുകളാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാം, എന്നാൽ ചില ഇതിഹാസങ്ങൾ അവരുടെ സ്വന്തം, അവരുടെ പാത വെട്ടിത്തെളിക്കുന്നു. അവരുടെ വിയർപ്പും മനക്കരുത്തുമാണ് അവരുടെ ശക്തി. അത്തരമൊരു പോരാളിയാണ് മൈറ്റ് ഗായ്. കൊൻഹയുടെ ഏറ്റവും മികച്ച തായ്ജുട്സു ഫൈറ്റർ. യുവത്വത്തിന്റെ ശക്തി എന്ന സിംബൽ കൊണ്ട് ജീവിക്കുന്ന പ്രതീകം. ചെറുപ്പത്തിൽ തന്നെ അവൻ നെഞ്ച അക്കാഡമിയിൽ പരാജയപ്പെട്ടു. അവന് നെഞ്ചുട്സുവോ ഗെഞ്ചുട്സുവോ ഒന്നും അറിയില്ല. ചെറുപ്പത്തിൽ ഗൈ ഒരു ദുർബലനായിരുന്നു. മിക്ക നെഞ്ചകൾക്കും അടിസ്ഥാനപരമായ നെഞ്ചുട്സു ഉപയോഗിക്കാൻ കഴിയുമ്പോൾ അവൻ അത് സാധിച്ചില്ല. കളിയാക്കലുകളും പരിഹാസങ്ങളും അവനെ വേട്ടയാടി. നെഞ്ച എന്നറിയപ്പെട്ടിരുന്ന അവന്റെ അച്ഛനുമായ മൈറ്റ് ഡായ് ആയിരുന്നു അവനൊരു പ്രചോദനം. മൈറ്റ് ഡായ് ചിരിച്ചുകൊണ്ട് ഗൈനോട് കഠിനമായി പരിശീലിക്കാൻ പറയുന്നു. പ്രതിഭയില്ലായ്മയിൽ അവൻ തളർന്നില്ല, മറിച്ച് അവൻ കഠിനാധ്വാനത്തിന്റെ പാത തിരഞ്ഞെടുത്തു. അവൻ തന്റെ ശരീരം ഒരു ആയുധമാക്കി മാറ്റി. അവന്റെ അച്ഛൻ അവനൊരു രഹസ്യവും നിരോധിക്കപ്പെട്ട ഒരു വിദ്യ പഠിപ്പിച്ചു, 8 ഇന്നർ ഗേറ്റ്സ്. ഈ വിദ്യ മനുഷ്യ ശരീരത്തിന്റെ പരിധിക്ക് അപ്പുറത്ത് ശക്തി നൽകുന്നതാണ്, പക്ഷെ അത് ഉപയോഗിക്കുന്നവന്റെ ജീവൻ അപകടത്തിലാക്കും. മൈറ്റ് ഡായ് അവനോട് കുറച്ച് വാക്കുകളും പറഞ്ഞു. ഈ ശക്തി നിനക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് നിന്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കണം. ഒരു മിഷനിൽ വെച്ച് മൈറ്റ് ഗായും മൈറ്റ് ഗായിന്റെ കൂട്ടുകാരും 7 നെഞ്ച സോർട്സ്മാൻ ഓഫ് ദ മിസ്റ്റ് എന്ന കുറച്ച് ഭീകരന്മാരെ കയ്യിൽ കുടുങ്ങുന്നു. കയ്യിൽ നിന്ന് തന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി മൈറ്റ് ഡായ് തന്റെ 8 ഗേറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. 7 സോർട്സ്മാൻ എന്നത് അത് വെറും 3 ആക്കി വെട്ടിച്ചുരുക്കുന്നു. പക്ഷെ അതിന്റെ പകരമായി തന്റെ ജീവൻ കളയേണ്ടി വന്നു. ആ ദൃശ്യം ഗായിയുടെ മനസ്സിൽ തീവ്രമായ ഒരു ഓർമ്മയായി കടക്കുന്നു. മൈറ്റ് ഡായ് അവന്റെ വാക്കുകൾ പാലിച്ചു. തന്റെ മകനെയും സുഹൃത്തുക്കളെയും രക്ഷിക്കാൻ വേണ്ടി 8ാം ഗേറ്റ് തുറന്നു. ഡായിയുടെ ആത്മത്യാഗം ഗായിയുടെ ഹൃദയത്തിൽ പതിഞ്ഞു. അന്നു മുതൽ യുവത്വം അഥവാ ദ പവർ ഓഫ് യൂത്ത് എന്ന തത്വം ഗായിയുടെ ജീവിത ദർശനമായി. കഠിനാധ്വാനം പ്രതിഭയെ മറികടക്കുമെന്ന് അവൻ വിശ്വസിച്ചു. ഗായ് തന്റെ എതിരാളിയായ കക്കാഷിയോട് തമാശ നിറഞ്ഞ വെല്ലുവിളികളിൽ ഏർപ്പെടുന്നു. പിന്നീട് റോക്ലിന്ന് തന്റെ പാത പിന്തുടരുന്ന ഒരു ശിഷ്യനെ സ്വീകരിക്കുന്നു. അവൻ ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഭകളിൽ ഒരാളായ കക്കാഷി അട്ടാക്കെ അവന്റെ എതിരാളിയായി തിരഞ്ഞെടുത്തു. അതിന്റെ അപ്പുറം അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് കൂടിയുമായിരുന്നു. തന്റെ ശിഷ്യനായ റോക്ലിയിൽ അവൻ തന്നെ തന്നെ കണ്ടു. 4th ഗ്രേഡ് നെഞ്ച വാറിൽ ഗായ് അവന്റെ 8ാം ഗേറ്റും തുറന്നു. ദ ഗോസ്റ്റ് ഓഫ് ഉച്ചിയ എന്നറിയപ്പെട്ട മാതാര ഉച്ചിയയുമായി പോരാടി. ഒടുവിൽ ലോകം കണ്ട ഏറ്റവും വലിയ ഭീഷണിക്കെതിരെ താൻ സ്നേഹിച്ചവരെയും ലോകത്തെയും രക്ഷിക്കാൻ വേണ്ടി ആത്യന്തികമായ ത്യാഗത്തിന്റെ നിമിഷമെത്തി. അവൻ തന്റെ പിതാവിനെ പോലെ ഗേറ്റ് ഓഫ് ഡെത്ത് തുറന്നു. അത്ഭുതകരമായ ശക്തി 6 പാത്തിന്റെ ശക്തികൾ കയ്യിലില്ലേ മാതാരെ വരെ നെട്ടിച്ചു. ആർക്കും മാതാരെ തൊടാൻ കഴിയില്ലെന്ന് വിചാരിച്ചു കൊടുത്ത് മൈറ്റ് ഗായ് തൊട്ടു. അതേ മാതാര പ്രഖ്യാപിച്ചു, ഇവിടെ നിൽക്കുന്നതിൽ ഏറ്റവും ശക്തിവാൻ നീ തന്നെയെ. മൈറ്റ് ഗായ് യുവത്വത്തിന്റെ ശക്തി.